അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അർസാസ് വേൾഡ്. ഇന്ന് ഞാൻ ക്യാരറ്റ് കൊണ്ടും ബീട്രൂട്ട് കൊണ്ടും ഒരു വെറൈറ്റി ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് സൽക്കാരങ്ങളിലൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ്. ആദ്യം നമുക്ക് ക്യാരറ്റ് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 2 ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റിനെ വേവിച്ചെടുക്കണം. ഇവിടെ ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചൗവരിയാണ്. ഇവിടെ ഞാൻ കുറച്ച് ചൗവരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേവിച്ചെടുക്കണം. ഈ ജ്യൂസ് നമ്മൾക്ക് സൽക്കാരങ്ങളിലൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതിലെ കൊഴുപ്പൊക്കെ പോയി വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ജെല്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് ഒഴിച്ച് തിക്കാക്കി എടുക്കണം. കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ. ഇത്രയും മയം മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെക്കണം. ഇനി വേവിച്ചെടുത്ത ക്യാരറ്റ് തണുത്തതിന് ശേഷം 1 ഗ്ലാസ് പാലും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് അരച്ചെടുക്കണം. ഇവിടെ ഞാൻ നല്ല തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഐസ് ക്യൂബ് വേണ്ടവർക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ഗ്ലാസ് പാൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. 1/2 ഗ്ലാസ് പാലും ആക്കി നമ്മൾ ക്യാരറ്റ് വേവിച്ചെടുത്ത വെള്ളം ചേർത്ത് അരച്ചെടുത്താലും മതി. ഏലക്കയുടെ ഫ്ലേവർ ആവശ്യമുള്ളവർക്ക് ഒരു ഏലക്ക ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വേവിച്ചെടുത്ത ചവ്വരി ഈ ജ്യൂസിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച സ്ട്രോബെറി ജെല്ലി ഇതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ. ഇനി അടുത്ത ജ്യൂസ് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് വെച്ചിട്ടാണ്. ഇവിടെ ഞാനൊരു ബീട്രൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വേവിക്കാതെയാണ് അരച്ചെടുക്കുന്നത്. വേണ്ടവർക്ക് ഇത് വേവിച്ചിട്ടും അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ച ചവ്വരി ഈ ജ്യൂസിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് തണുപ്പിച്ച് കുടിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2 ജ്യൂസും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.